Good morning, everyone. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 3-ന്റെ തേർഡ് സെഷൻ ആണ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് അവർ മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങുമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. വി ഹവ് കംപ്ലീറ്റഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. നൗ വി ആർ ഗോയിങ് ടു ഗോ ഫോർ പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിന് സിലബസിൽ ഇത്രയും ടോപ്പിക്സ് ആണുള്ളത്. സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്, സോ ഡിഫറെൻറ്റ് ടെക്നീക്സ്. അതിൽ ഇന്ന് 6 തിങ്കിങ് ഹാറ്റ്സും മൈൻഡ് മാപ്പിംഗും ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ വി വിൽ ബി ലുക്കിംഗ് അറ്റ് ഫോഴ്സ്ഡ് കണക്ഷൻസ് ആൻഡ് ദെൻ അനലിറ്റിക്കൽ തിങ്കിങ്. അനലിറ്റിക്കൽ തിങ്കിങ് നമ്മുടെ സാധാരണ മാത്തമാറ്റിക്സ് ആണ്, സോ വി വിൽ ബി ഗോയിങ് ക്വിക്ലി ത്രൂ ഇറ്റ്. Okay, and then we will look finally at scientific temperament and logical thinking. So, what is a problem? ഏത് പ്രശ്നത്തിനും which we have to solve. നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഏത് പ്രശ്നത്തിനെയും പ്രോബ്ലം എന്ന് പറയും. ഓക്കെ, പ്രോബ്ലംസ് നമുക്ക് പല തരമായിട്ട് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ 3 ബേസിക് ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് അൺനോൺസ്, നമുക്കറിയാൻ അറിയത്തില്ലാത്ത കാര്യങ്ങൾ, എന്ത് കാര്യമാണ് നമുക്ക് അറിയത്തില്ലാത്തത്, അതേ ബേസ് ചെയ്ത് നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ബേസ്ഡ് ഓൺ ഡിഫിക്കൽറ്റി ലെവൽ, എത്ര ബുദ്ധിമുട്ടുണ്ട് അതേ ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് ഓപ്പൺ എൻഡഡ്നെസ്, ദർ ഇസ് നോ റൈറ്റ് ആൻസർ, അതേ ബേസ് ചെയ്ത് നമുക്ക് പ്രോബ്ലത്തിന്റെ ടൈപ്പിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. നൗ ഇഫ് വി ആർ ഡിവൈഡിങ് ഇൻ ടു ടൈപ്സ് ഓഫ് അൺനോൺസ്, വി ഹാവ് എ നോൺ പ്രോബ്ലം ആൻഡ് വി ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയാം, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രമാണ് നമ്മുടെ റിക്വയർമെന്റ്. ഓക്കെ, സോ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് പുതിയ അപ്രോച്ചസ് യൂസ് ചെയ്യാനായിട്ട് ആണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം എന്താണെന്ന് തന്നെ അറിയത്തില്ല, അൺഐഡന്റിഫൈഡ് പ്രോബ്ലം. ഓക്കെ, അതാവുമ്പം സൊല്യൂഷനിലേക്ക് ഫസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞാലല്ലേ സൊല്യൂഷനിലേക്ക് എത്താനായിട്ട് കഴിയത്തുള്ളൂ. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ പ്രോബ്ലം ഇസ് ആൻഡ് ദെൻ ഡിസൈഡ് ഹൗ ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. ഓക്കെ, അങ്ങനെയാണ് ആദ്യത്തെ ടൈപ്പുകൾ. ഇനി രണ്ടാമത്തേത് ഡിഫിക്കൽട്ടി ലെവലെ ബേസ് ചെയ്ത്. ഓക്കെ, ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഇന്റലക്ച്വൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്റലിജൻസ് യൂസ് ചെയ്യണം ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന്, അതേ ബേസ് ചെയ്തിട്ടാണ് ഡിഫിക്കൽട്ടി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഇഫ് ദ ലെവൽ റിക്വയർഡ് ടു സോൾവ് ദ പ്രോബ്ലം ഇസ് ജസ്റ്റ് നോളജ് ലെവൽ. നോളജ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലാത്തത് കാരണമാണ് നമുക്ക് ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റാത്തതെങ്കിൽ ആ അറിവ് നേടിയെടുത്താൽ മതി പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ബേസിക് ലെവൽ. ഓക്കെ, അടുത്തത് കോംപ്രിഹെൻഷൻ. അപ്പൊ ഇത് ചുമ്മാ നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, ഇന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഉപയോഗിക്കാനും കഴിയണം. ദാറ്റ് ഇസ് കോംപ്രിഹെൻഷൻ. മനസ്സിലാക്കാനും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് കോംപ്രിഹെൻഷൻ. അപ്ലൈ ചെയ്യുന്നത്, അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ലെവൽ. ഓക്കെ, ഇനി അനാലിസിസ് എന്ന് പറയുന്നത് അടുത്ത ഡിഫിക്കൽട്ടി ലെവലാണ്. ഈ അനാലിസിസ് ലെവലിൽ നമ്മൾ പ്രോബ്ലത്തിന് ഡിഫിക്കൽട്ടി ബേസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോബ്ലത്തിനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് തിരിച്ച് അത് നമ്മുടെ നോളജും കോംപ്രിഹെൻഷനും ആപ്ലിക്കേഷനും ഒക്കെ യൂസ് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് സൊല്യൂഷൻസിലേക്ക് എത്തുന്നതിനാണ് നമ്മൾ അടുത്ത ദാറ്റ് റിക്വയർസ് അനദർ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി. ഓക്കെ, ഇനി അനാലിസിസ് മാത്രമല്ല സിന്തസിസും കൂടെ ചെയ്യണം. വാട്ട് ഇസ് നീഡഡ്, വാട്ട് ഇസ് നോട്ട് നീഡഡ്, വാട്ട് ഇസ് റൈറ്റ്, വാട്ട് ഇസ് റോങ്, അങ്ങനെയും കൂടെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ബിക്കംസ് സിന്തസിസ്. എന്നിട്ട് ഫൈനലി ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സൊല്യൂഷൻസ് എത്രത്തോളം നല്ലതാണ് അതും കൂടെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവാലുവേഷൻ ലെവലിലേക്കാണ് അത് എത്തുന്നത്. സോ ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ഇന്റലിജൻസ് ഇസ് അറ്റ് ദി നോളജ് ലെവൽ, ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റലിജൻസ് ഇസ് അറ്റ് ദി ഇവാലുവേഷൻ ലെവൽ. ഓക്കെ, ഇതേ ലെവലെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലേണിംഗ് ചെയ്യുമ്പോഴും ഒരു പർട്ടിക്കുലർ കോഴ്സിന് ഇന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് കാണും. ഓക്കെ, നിങ്ങളുടെ സിലബസ് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് കാണിച്ചു തന്നായിരുന്നു. ഈ കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ഓരോന്നിനും ഒരു ലെവലുണ്ട്. വെദർ ഇറ്റ് ഇസ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, റിമെമ്പർ ലെവൽ, ദാറ്റ് ഇസ് നോളജ് ലെവൽ, ഓർ വെദർ ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, അത് കോംപ്രിഹെൻഷൻ ലെവലാ, അതോ ആപ്ലിക്കേഷൻ ലെവലാണോ, അനാലിസിസ് ലെവലാണോ, അങ്ങനെ നമ്മൾ നോക്കിയാണ് ഒബ്ജക്റ്റീവ്സിനെ എല്ലാം
നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ലെവൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഡിഫറെന്റ് അപ്രോച്ചസ് യൂസ് ചെയ്ത് ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ആ പ്രോബ്ലത്തിനെ ഡിസ്കസ് ചെയ്ത് ആൻസേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി കനോട്ട് സേ ദാറ്റ് എനിത്തിങ് ഈസ് റൈറ്റ് ഓർ റോങ്. ഓക്കെ, വി ആർ ജസ്റ്റ് ലുക്കിംഗ് ഫോർ ആൻസേഴ്സ്. Now, one problem solving process is the ideal process, IDEAL. ഓക്കെ, സാധാരണ ടെക്നീക്സ് മറ്റ് ടെക്നീക്സ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും ഇത് അൺകോൺഷ്യസ്ലി ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പ്രോബ്ലം എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. സോ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്ത് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിന്റെ സ്പെസിഫിക്സ് എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നതിനാണ് ഈ ഐ എന്ന് പറയുന്നത്, ഐഡിയലിന്റെ ഐ. ഓക്കെ, വൺസ് പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്തുകൊണ്ടാണ് അത് പ്രോബ്ലം, നമ്മൾ ഈ സൊല്യൂഷനിൽ നിന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിനെയാണ് ഡെഫിനേഷൻ ഓഫ് ഗോൾസ്. വാട്ട് ഡു ഐ വോണ്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതിനാണ് ഡി, ഡെഫിനേഷൻ ഓഫ് ഗോൾസ് എന്ന് പറയുന്നത്. അടുത്തത് ഇ, ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഗോൾസിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഇ എന്ന് പറയുന്നത്. എക്സ്പ്ലോർ പോസിബിൾ സ്ട്രാറ്റജീസ് ടു റീച്ച് ദ ഗോൾ. ഓക്കെ, എ എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റ് ദി ഔട്ട്കം. നമ്മളിപ്പോൾ ആ ഗോൾ റീച്ച് ചെയ്യാനായിട്ട് സൊല്യൂഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഡിസൈഡ് ചെയ്തു. ആ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ നമ്മൾ അനലൈസ് ചെയ്ത് തീരുമാനിക്കണം. അതിനെയാണ് ആന്റിസിപ്പേറ്റ് ഔട്ട്കം ആൻഡ് ആക്ഷൻ. ഓക്കെ, ആ ഔട്ട്കം കിട്ടാനായിട്ട് എന്ത് ആക്ഷൻ എടുക്കണം എന്ന് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുന്നതിനാണ് ആന്റിസിപ്പേറ്റ് ഔട്ട്കം ആൻഡ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പർട്ടിക്കുലർ സ്റ്റെപ്പിൽ നമ്മൾ ആക്ച്വൽ ഇംപ്ലിമെന്റേഷനിലേക്കാണ് പോകുന്നത്. വൺസ് ദാറ്റ് ഇസ് ഡൺ, ഫൈനലി നമ്മൾ എന്തുവാ ചെയ്യുന്നത്, വീണ്ടും നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കി റിവ്യൂ ചെയ്തിട്ട് ആ നമ്മൾ എത്രത്തോളം നമ്മുടെ ഗോളിനെ മീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, ആ റിവ്യൂയിങ്ങിനാണ് റെട്രോസ്പെക്ഷൻ, ലേണിംഗ് ത്രൂ റെട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ ഇസ് ഐഡന്റിഫൈ, ഡി ഇസ് ഡിഫൈൻ ഗോൾസ്, ഇ ഇസ് എക്സ്പ്ലോർ possible solutions, A, anticipate outcome and action, L, learn through retrospection. That means തിരിഞ്ഞു നോക്കി പഠിക്കുക. That is IDEAL. ഇത് നമ്മൾ ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അൺകോൺഷ്യസ്ലി നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ഓക്കെ, what are the problem solving activities? റൊട്ടീൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ there is a fixed set of actions. എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നും ചെയ്യുന്ന പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ഈ ഡയഗ്നോസിസ് ആവശ്യമുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഡിസൈഡ് ബിറ്റ്വീൻ കറക്റ്റ് ആൻഡ് റോങ് സ്റ്റെപ്സ്. കുറെ ആക്ഷൻസ് ഉണ്ടാവും, അതിലെ റൈറ്റ് ആക്ഷൻ ആൻഡ് റോങ് ആക്ഷൻ നമ്മൾ തീരുമാനിക്കണം. സ്ട്രാറ്റജി ഡിസൈഡ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ചൂസ്. കുറെ മെത്തേഡ്സ് ഉണ്ടാവും, ആ കുറെ മെത്തേഡ്സിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്യണം. ദാറ്റ് ഇസ് choosing a strategy. ഓക്കെ, ഇനി ഇന്റർപ്രിട്ടേഷൻ റിക്വയർ ചെയ്യുന്നതാണെങ്കിൽ ഇൻപുട്ട്, റിയൽ വേൾഡ് ഇൻപുട്ട് നമുക്ക് കിട്ടുന്നു, അതേ ബേസ് ചെയ്തിട്ട് ഐ ഹാവ് ടു യൂസ് ദാറ്റ് ഡേറ്റ ടു ഡിസൈഡ് വാട്ട് മൈ സ്റ്റെപ്സ് ഓഫ് ആക്ഷൻ ആർ. ഓക്കെ, അടുത്തത് ജനറേറ്റ്. ജനറേറ്റ് പ്രോബ്ലം സോൾവിങ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്നും അങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടിട്ടില്ല എന്നർത്ഥം. പുതിയ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സ് to solve a problem ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. So different types of activities are there. Routine ആണ് ഏറ്റവും എളുപ്പം. Diagnosis is also okay. Strategy കുറെ solutions ഉണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം അനാലിസിസ് സ്റ്റേജ് വരെ നമുക്ക് വരണം. We have to decide why one is better than the other in our situation. ഇന്റർപ്രിട്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ഡേറ്റയാണ് തന്നിരിക്കുന്നത്, ആ ഡേറ്റയിൽ നിന്നുമാണ് നമ്മൾ ഏത് സൊല്യൂഷൻ യൂസ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇനി ജനറേറ്റ് ആണെങ്കിൽ the problem itself is a new area. We have to generate new solutions. One problem solving strategy is called Polya's 4-step method. Okay, അപ്പോൾ നേരത്തെ പറഞ്ഞ ഐഡിയൽ മെത്തേഡിന്റെ ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ആയത് Polya's 4-step method. ആദ്യം ഒരു പ്രോബ്ലം കിട്ടി, അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. 2, ഡിവൈസ് എ പ്ലാൻ.
ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. 3 ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക. 4 ലുക്ക് ബാക്ക്. ഓക്കെ, അപ്പൊ നേരത്തെ ഐഡിയൽ പറഞ്ഞത് തന്നെ 5 സ്റ്റെപ്പ് ആയിരുന്നു ഐഡിയൽ, ഇതിനെ 4 സ്റ്റെപ്പ് ആക്കിയിരിക്കുന്നു, ബേസിക് ടേംസ് കൊടുത്തിരിക്കുന്നു. ദിസ് ഇസ് ഓൾസോ നോർമലി ഏത് പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മെത്തേഡ്സ് ആണ് ഈ പോളിയാസ് 4 സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, നൗ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ടെക്നീക്സ് ആണ്, അല്ലെങ്കിൽ ടു കം ടു സൊല്യൂഷൻസ്, ഡിസൈഡ് ചെയ്യാൻ ഏത് സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യണം, എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കാം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നീക്സ് ആണ് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനെ വേറൊരു പ്രോബ്ലവും ആയിട്ട് നമ്മൾ ആബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കുക. Okay, we are not looking at it as a real world problem. We are looking at pieces and looking at it as an abstraction and deciding whether it is possible. Analogy, അതേപോലത്തെ സിമിലർ പ്രോബ്ലംസ് വേറെ ഏരിയയിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് ലിങ്ക് ചെയ്യുന്നതിനാണ് അനലോജി എന്ന് പറയുന്നത്. ബ്രെയിൻ സ്റ്റോമിങ് പലരെ കൂട്ടിയിരുത്തി അവരെ ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യിപ്പിക്കുക. ഡിസ്കസ് ചെയ്യുമ്പോൾ കുറെ ഐഡിയാസ് വരും, അതിനെയാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയാം. ഡിവൈഡ് ആൻഡ് കോങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ ചെറിയ ചെറിയ പീസസ് ആക്കുക, എന്നിട്ട് ഓരോ പീസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വലിയ പ്രോബ്ലം സോൾവ് ആകും എന്ന് ഉള്ളതാണ് നമ്മുടെ അസംഷൻ. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, ഒരു പ്രോബ്ലം വായിച്ച് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ദാറ്റ് വി വിൽ പ്രൊപ്പോസ് ദാറ്റ് ദിസ് കുഡ് ബി എ സൊല്യൂഷൻ. പിന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഹൈപ്പോത്തസിസ്, ദിസ് കുഡ് ബി എ സൊല്യൂഷൻ. ആ ദിസ് ആണ് ഹൈപ്പോത്തസിസ്. ഇനി ആ ദിസ് ആക്ച്വലി ട്രൂ ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. അതിനെയാണ് ഹൈപ്പോത്തസിസ്. ആദ്യം ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആ ഹൈപ്പോത്തസിസിനെ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റിംഗ് എൻവയോൺമെന്റ് എക്സ്പെരിമെന്റൽ ആയിട്ട് എംപെരിക്കലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. ലാറ്ററൽ തിങ്കിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. വി ഹാവ് ഡിസ്കസ് വാട്ട് ഇസ് വെർട്ടിക്കൽ തിങ്കിങ് ആൻഡ് ലാറ്ററൽ തിങ്കിങ്. പല ആംഗിളിൽ നിന്നും ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്നതിനാണ് ലാറ്ററൽ തിങ്കിങ്, അതിലൂടെ ടു ഗെറ്റ് സൊല്യൂഷൻസ്. മീൻ സെൻസ് അനാലിസിസ്. മീൻ സെൻസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് അപ്രോച്ചസ് വഴി എവിടെ എൻഡ് ചെയ്യും, വാട്ട് വിൽ ബി ദ ഔട്ട്കം, ആ തുടങ്ങിയ സ്ഥാനവും ഔട്ട്കം കൂടെ അനലൈസ് ചെയ്തിട്ട് ഏത് സ്ട്രാറ്റജിയാണ് ബെസ്റ്റ് എന്ന് തീരുമാനിക്കുന്നതിനാണ് മീൻ സെൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് ഫോക്കൽ ഓബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ട് ആ ഫോക്കൽ പോയിന്റ് ബേസ് ചെയ്ത് മാത്രം സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത്, അങ്ങനെ പല ഫോക്കൽ ഓബ്ജക്ട്സ് ഡിസൈഡ് ചെയ്തിട്ട് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ബിഗർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് നോക്കുന്നതാണ് മെത്തേഡ് ഓഫ് ഫോക്കൽ ഓബ്ജക്റ്റ്. മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള സൊല്യൂഷൻസിനെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ കഴിയുമോ, ചേഞ്ച് ചെയ്ത് മോഡിഫൈ ചെയ്ത് നമുക്ക് ആക്കിയെടുക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് മോർഫോളജിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്തോ ഒരു പ്രോബ്ലത്തിന് ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞിട്ട് ചെറുതാക്കി എടുത്തിട്ട് ആ ചെറിയ പ്രോബ്ലത്തിനെ ആദ്യം സോൾവ് ചെയ്യുക. ഓക്കെ, സോ എസെൻഷ്യൽ ആയിട്ട് എന്താണ് വേണ്ടിയെന്ന് നോക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യാം. അടുത്തത് റിസർച്ച്. റിസർച്ച് എന്തുവാ? ആ ഏരിയ അങ്ങ് പഠിക്കുക, നന്നായി പഠിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതേ ബേസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. റൂട്ട് കോസ് അനാലിസിസ്, ഒരു പ്രോബ്ലത്തിന്റെ കോസ് എന്താണ്, ബേസിക് കോസ് എന്താണ്, റൂട്ട് കോസ് എന്ന് പറയുന്നത് അതാണ്. ആ കോസിനെ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആകും എന്നാണ് അസംഷൻ. ഓക്കെ, പിന്നെ മോസ്റ്റ്ലി നമ്മൾ ഈ ലാബ്സിലൊക്കെ ചെയ്യുന്ന എന്തോ ട്രയൽ ആൻഡ് എറർ. പല ഡിഫറെന്റ് എക്സ്പെരിമെന്റ്സ് നമ്മൾ ചെയ്ത് നോക്കുന്നു, ഏതാണോ ബെറ്റർ റിസൾട്ട് തരുന്നത് അതിനെ നമ്മൾ ഔട്ട്കം ആയിട്ട് അങ്ങ് സൊല്യൂഷൻ ആയിട്ട് എടുക്കുന്നു. ദാറ്റ് ഇസ് ട്രയൽ ആൻഡ് എറർ. ഓക്കെ, ഇത് ജസ്റ്റ് ഇന്ന മെത്തേഡ്സ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഇസ് നോട്ട്, നൺ ഓഫ് ദീസ് തിങ്സ് ആർ ആക്ച്വലി മെൻഷൻഡ് ഇൻ യുവർ സിലബസ്, സോ ഐ എം നോട്ട് ഗോയിങ് ടു ഡെപ്ത് into any of these. Okay, so I've just briefly explained each of them. Now we go to our topic, 6 thinking hats. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഈ 6 തിങ്കിങ് ഹാറ്റ്സ് അപ്രോച്ച് വഴി നമുക്ക് ആ പ്രോബ്ലത്തിനെ പല ആംഗിളിൽ നിന്നും സ്റ്റഡി ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ പല ആംഗിളിൽ നിന്നും സ്റ്റഡി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോബ്ലം സോൾവ് ആകും എന്നുള്ളതാണ് നമ്മൾ ഈ 6 തിങ്കിങ് ഹാറ്റ്സും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ വർക്ക് ബൈ എഡ്വേർഡ് ഡെ ബോണോ.
So 6 thinking hat, thinking, it is the ultimate human resource. ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനുള്ള ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കഴിവാണ്. Okay, we can always improve our thinking skills. എപ്പോഴും മനുഷ്യനെ കൂടുതൽ പഠിക്കുന്നതിലൂടെ, കൂടുതൽ എക്സ്പീരിയൻസസിലൂടെ നമ്മുടെ തിങ്കിങ് സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും. If we are not able to think clearly, that is because we are trying to too many things at a time നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് കഴിയാത്തത്. Okay, so when we are trying to solve a problem, our thought process should always be about what we can do. Okay, അല്ലാതെ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം ഉണ്ട്, ഈ പ്രോബ്ലം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും പ്രോബ്ലം സോൾവ് ആകത്തില്ല. പകരം ഈ പ്രോബ്ലത്തിന്റെ ഇടയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്ക് വേണ്ടിയത്. അതേ ബേസ് ചെയ്തിട്ടാണ് ഈ 6 തിങ്കിങ് ഹാറ്റ്സ് മെത്തേഡ് യൂസ് ചെയ്തിരുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് ചിന്തിക്കുന്നതിന് പകരം വി ആർ ട്രൈങ് ടു ലുക്ക് അറ്റ് വൺ ആംഗിൾ ഓഫ് ദ പ്രോബ്ലം അറ്റ് വൺ ടൈം. Okay, so that we can get a clearer idea of the problem to help us solve the problem. Okay, and 6 thinking hats on the 6 thinking hats we have a white hat. White hat is information. A problem എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫാക്ട്സ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും ഫാക്ട്സും നമ്മളങ്ങ് എഴുതിയെടുക്കുക. പിന്നെ we have got the black hat, that is bad points. അതിന്റെ നെഗറ്റീവ് വശങ്ങളൊക്കെ എഴുതുക. യെല്ലോ ഹാറ്റ് ഗുഡ് പോയിന്റ്സ്, പോസിറ്റീവ് വശങ്ങൾ എഴുതുക. ഓക്കെ, റെഡ് ഹാറ്റ് ഹൗ ഡു വി ഫീൽ ബിക്കോസ് ഓഫ് ദിസ് പ്രോബ്ലം. ഫീലിങ്സിനെ എഴുതുന്നതാണ്, ഇമോഷൻസിനെ എഴുതുന്നത്. ബിക്കോസ് നോർമലി പ്രോബ്ലംസ് ഡീൽ വിത്ത് ആക്ച്വൽ പീപ്പിൾ. സോ വി നീഡ് ടു ലുക്ക് അറ്റ് ദ പ്രോബ്ലം ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഫീലിങ്സ് ഓൾസോ. സോ റെഡ് ഹാറ്റ് അതിനാണ് യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യണമല്ലോ, ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ ജനറേറ്റ് ചെയ്യുന്നതിനാണ്, ന്യൂ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഗ്രീൻ ഹാറ്റ്. ഓക്കെ, അപ്പോൾ ദ വേ നാച്ചുറൽ ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് കിട്ടാത്തക്കവണ്ണം നമ്മൾ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് ഗ്രീൻ ഹാറ്റ് എന്ന് പറയുന്നത്. ബ്ലൂ ഹാറ്റ് ആ പ്രോബ്ലത്തിനെ എല്ലാ വശത്തിൽ നിന്നും അനലൈസ് ചെയ്യുന്നതിന് തോട്ട് പ്രോസസ് യൂസ് ചെയ്ത്, ഇന്റലിജൻസ് യൂസ് ചെയ്ത്. Okay, we're going to look at each of these one by one. So the white hat is neutral, facts and red hat, feelings. Black hat, negative points. Okay, cheetha vashangal. Yellow hat, positive vashangal. Green hat, creative solutions nu vendite. Blue hat, basic ee problemത്തിന്റെ totality വെച്ചിട്ട് actual thought process-ലൂടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് എടുക്കുക. So let's look at the white hat. White hat is neutral and objective. പ്രോബ്ലത്തിന്റെ എല്ലാ ഫാക്ട്സും നമ്മൾ പഠിക്കുക. റെഡ് ഹാറ്റ് ഇമോഷൻസ്, ആ പ്രോബ്ലത്തിലൂടെ എന്തൊക്കെ ഇമോഷണൽ ചേഞ്ചസ്, ഫീലിങ്സ്, നമ്മുടെ ഇൻറ്റ്യൂട്ടീവായിട്ട് നമ്മൾക്ക് ഉള്ളിൽ എന്ത് തോന്നുന്നു അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം, അങ്ങനത്തെ ആ വശങ്ങൾ ആണ് ഈ റെഡ് ഹാറ്റും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് ഹാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസ്. ഓക്കെ, സോ ബ്ലാക്ക് ഹാറ്റ് ഒരു വ്യക്തിയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, ഇയാൾ ഇതിൻ്റെ എല്ലാം ക്രിട്ടിക്കലായിട്ട് ചിന്തിച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രോബ്ലത്തിൽ നിന്നും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ അതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് ഈ ബ്ലാക്ക് ഹാറ്റ് ഇടുന്നയാൾ ചിന്തിക്കുന്നത്. സോ ഹീസ് സീരിയസ്, ഹീസ് കോഷ്യസ്, ഹീസ് കെയർഫുൾ ആൻഡ് ഹീ ലിസ്റ്റ് ഔട്ട് ഓൾ ദ റിസ്ക്സ്. ഓക്കെ, എന്നാൽ യെല്ലോ ഹാറ്റ് ഗുഡ് വശങ്ങൾ മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് പേഴ്സൺ ഇസ് ഓപ്റ്റിമിസ്റ്റിക്. എല്ലാ ഹാറ്റും ഒരു പ്രോബ്ലം സോൾവർ മാറി മാറി ഇടണം, എന്നെങ്കിൽ മാത്രമേ ഒരു പ്രോബ്ലത്തിനെ എല്ലാ ആംഗിളിൽ നിന്നും സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Okay, so when we are wearing the yellow hat, we are optimistic. We look at the bright side. Okay, we are hopeful that there is a solution for the problem. We have positive thinking. Okay, so in the problem difficulty on daily, we want to find a way to solve it. So we are constructive steps to solve the problem and effective ആയിട്ട് ഈ പ്രോബ്ലത്തിന് നടുവിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് കൺസ്ട്രക്റ്റീവ്ലി, അതിനെയാണ് നമ്മൾ യെല്ലോ ഹാറ്റും കൊണ്ട് നോക്കുന്നത്.
ഗ്രീൻ ഹാറ്റ് എന്ന് പറയുന്നത് is creative solutions. ഓക്കെ, ക്രിയേറ്റീവ് സൊല്യൂഷൻസ്, പുതിയ ഐഡിയാസും കോൺസെപ്റ്റ്സും പുതിയ ആംഗിളിൽ നിന്നും നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് ലുക്ക് ഫോർ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ്. ദാറ്റ് ഇസ് ദ ഗ്രീൻ ഹാറ്റ്. ഇനി ബ്ലൂ ഹാറ്റ്, ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒന്നിപ്പിക്കുന്നതാണ് ബ്ലൂ ഹാറ്റ്. ഹി ഈസ് ദ വൺ ഹു കൺട്രോൾസ്, ഓർഗനൈസസ്, takes responsibility for the conclusions, sets the focus, and he uses all the hats. അപ്പൊ എല്ലാ ഹാറ്റുകളും ഇട്ടപ്പോൾ നമുക്ക് ഓരോ ആംഗിളിൽ നിന്നും കണ്ടു. ഇനി ആ എല്ലാ ആംഗിളിൽ നിന്നും പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസും പല കാര്യങ്ങളും ഒറ്റ സൊല്യൂഷൻ അതിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ബ്ലൂ ഹാറ്റിന്റെ പർപ്പസ് എന്ന് പറയും. എല്ലാത്തിനും കൂടെ ഒന്നിപ്പിക്കുക. ലുക്ക് അറ്റ് ദ ബിഗ് പിക്ചർ ആൻഡ് കം അപ്പ് വിത്ത് വർക്കബിൾ സൊല്യൂഷൻസ്. Okay. Now, what is the result of using the 6-hat thinking? Decisions seem to be making themselves. ഈ ആംഗിളിൽ നിന്നുമെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ചെയ്യാൻ പറ്റാത്തത് എന്താണ്, ഒരു പർട്ടിക്കുലർ സൊല്യൂഷനിൽ, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ഏത് സൊല്യൂഷൻ വർക്ക് ചെയ്യും, ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ, what if it is not possible to make a solution? Okay, ഈ 6 hats വെച്ചിട്ട് supposing we are not able to get solution, അതിന്റെ അർത്ഥം we need more information. We cannot, നമ്മുടെ വാല്യൂസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. Okay, and maybe we don't have enough information to create a solution right now. Maybe in the future research lode we can make solutions. That is the reason why the 6-hat method may not work. Okay, the purpose of the 6-hat method is main ആയിട്ടുള്ള purpose എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിങ്കിങ് പ്രോസസ്, പ്രോബ്ലം സോൾവിങ് പ്രോസസ്സിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഒരു ടൈമിൽ ഒരു കാര്യത്തെ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ ഓരോ ഹാറ്റ് മാറ്റി മാറ്റി ഇടുമ്പം ഇറ്റ് ഓട്ടോമാറ്റിക്കലി അലൗസ് us to switch our thinking from one point to another without causing any threatening. ഒരു ഗ്രൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേനും ഓക്കെ നൗ ലെറ്റ്സ് വെയർ ദ ബ്ലാക്ക് ഹാറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ഓൾ ദ പ്രോബ്ലംസ് എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി എല്ലാവരും പ്രോബ്ലംസ് പോയിന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ദാറ്റ് സോ നോബഡി വിൽ ഫീൽ ദാറ്റ് ഞാൻ പറഞ്ഞ പോയിന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇയാൾ പറയുന്നത്. അങ്ങനത്തെ ഈഗോസും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. Everybody is working to solve the problem efficiently. Okay, now let's look at one more method today, mind mapping. Okay, now mind mapping പഠിപ്പിക്കാനായിട്ട് ഏറ്റവും എളുപ്പ മാർഗം, ലൈക്ക് നോട്ട് ടേക്കിങ്ങിന്റെ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു വീഡിയോ കാണണം എന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ അകത്ത് മൈൻഡ് മാപ്പിംഗ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊരു ടോപ്പിക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും മെയിൻ ഫോക്കസിനെ സെന്റർ ആക്കി വെച്ചിട്ട് അതിൽ നിന്നും വരുന്ന സബ് ഫോക്കസുകളെ എല്ലാം വരയ്ക്കുന്നതിനാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. സോ ഐ ജസ്റ്റ് ഷോ യു എ എക്സാമ്പിൾ. One second. Okay, here is an example, simple example for the mind map. Okay, നമ്മൾ ബേസിക് ആയിട്ടുള്ള പോയിന്റ്, മെയിൻ ഫോക്കസ് ആണ് ഈ സെന്ററിൽ വരുന്നത്. ഇറ്റ്സ് റിട്ടൺ ഓവർ ഹിയർ, സമ്മറൈസിങ് റീഡിങ്സ് യൂസിങ് മൈൻഡ് മാപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വായിക്കുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു മൈൻഡ് മാപ്പ് ആണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ, ഹൗ ടു റീഡ് എന്നുള്ളതിനാണ് മൈൻഡ് മാപ്പ് വരയ്ക്കുന്നതെങ്കിൽ, ദിസ് സേസ് ദ ഫസ്റ്റ് പോയിന്റ് ഇസ് സ്കിം. Okay, the first point is skim. Second point is read. Then draw the mind map. After that, study from the mind map and personalize. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ആക്കി എടുക്കാം. Okay, this is an example of a mind map for summarizing the reading process for study. Supposing I want to draw a mind map for writing an essay. ഓക്കെ, പരീക്ഷയ്ക്ക് പല പ്രാവശ്യം മൈൻഡ് മാപ്പ് വരയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ റൈറ്റിംഗ് ആൻഡ് എസ്സേ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഫോക്കസ് എന്തോ റൈറ്റിംഗ് ആൻഡ് എസ്സേ. പിന്നെ അതിൽ നിന്നും വരുന്ന പല ബ്രാഞ്ചസ് ആണ്. ഒന്ന് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരാം. അപ്പം സി നൺ ഓഫ് ദീസ് ലൈൻസ് ആർ സ്ട്രെയിറ്റ്.
എല്ലാം വളഞ്ഞ് വളഞ്ഞ് ബ്രാഞ്ചസ് ആയിട്ടായിരിക്കുന്നത്. അതാണ് ഒരു മൈൻഡ് മാപ്പിന്റെ നോർമൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് ഇറ്റ് ഇസ് എ ഹോട്ട്ലി ഡിബേറ്റഡ് ടോപ്പിക് ആസ് ദ സോ കോൾഡ് XXX. ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ദർ ഇസ് നോ ഡൗട്ട്. അങ്ങനത്തെ പല കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനിൽ വരാം എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇനി explain why. For this reason, as a result, therefore, there is due, this is due to, there is due to, we can see, etc. എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് എന്തുവാ പോയിന്റ്? എക്സ്പ്രസിങ് കോൺട്രാസ്റ്റ്. ഓക്കെ, സോ ഇപ്പം ഈ എക്സ്പ്ലെയിൻ വൈ എന്നുള്ള പോയിന്റിൽ പറഞ്ഞതിന്റെ കോൺട്രാസ്റ്റ്. ഓൺ ദി അതർ ഹാൻഡ്, ഇൻ കോൺട്രാസ്റ്റ്, ഹവെവർ, നെവർദലെസ് എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ ഉപയോഗിക്കാം നമുക്ക് കോൺട്രാസ്റ്റ് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇനി റെക്കമെൻഡേഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ആണ് നമ്മൾ എഴുതുന്നതെങ്കിൽ യു ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട്, യു മസ്റ്റ് കൺസിഡർ, ഇതൊക്കെയാണ് വാക്കുകളായിട്ട് ഉപയോഗിക്കേണ്ടത്. ഒപ്പീനിയൻസ് എഴുതുമ്പം ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ വ്യൂ, ഇറ്റ് സീംസ് ടു മീ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുക. ഇഫ് യു ആർ എഗ്രി, ഐ എഗ്രി വിത്ത്, ഐ ബ്രോഡ്ലി എഗ്രി വിത്ത്, ഇതൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. വെൻ എഗ്രി. ഡിസഗ്രി, ഐ ഡിസഗ്രി വിത്ത്, ഐ ഡിഫർ ഫ്രം എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ കുറെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഒരു എസ്സേ എഴുതുമ്പം ഏതൊക്കെ വേർഡ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സെന്റൻസ് ബിഗിനിങ്സ്, ഫ്രേസസ് യൂസ് ചെയ്യാം ഓരോ സെക്ഷനിന് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ടോപ്പിക് മെയിൻ ഫോക്കസ് എന്താണോ അതേ ബേസ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് വരുവാണെങ്കിൽ ഒരു 4-5 മെയിൻ ബ്രാഞ്ചും ഒരു ഫ്യൂ സബ് ബ്രാഞ്ചസും ഉണ്ടെങ്കിൽ യുവർ മൈൻഡ് മാപ്പ് വിൽ ബി ഫൈൻ. ഓക്കെ, അടുത്ത ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ എഴുത്ത് മാത്രമല്ല, യു ക്യാൻ സീ ദർ ആർ സം ഐക്കൺസ്. അപ്പം നമ്മൾ ഈ ഓരോ ബ്രാഞ്ചിനെയും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗുഡ് ഐക്കൺസ് ഉണ്ടെങ്കിൽ ആ ഐക്കൺസും കൂടെ വെച്ചിട്ടായിരിക്കണം നമ്മൾ. ഇവിടെ തംസ് അപ്പ് ആണ് എഗ്രീയിങ്ങിന്, തംസ് ഡൗൺ ആണ് ഡിസഗ്രീയിങ്, അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾസ് യൂസ് ചെയ്യുവാണെങ്കിൽ ദ മൈൻഡ് മാപ്പ് വിൽ ലുക്ക് ബെറ്റർ ആൻഡ് ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് ടു ലേൺ. ഓക്കെ, പഠിക്കുന്നതിനും നമുക്ക് ഇതുപോലെ മൈൻഡ് മാപ്പ് യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ഒരു പർട്ടിക്കുലർ ടോപ്പിക്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് എ മൈൻഡ് മാപ്പ്. Just let's quickly go through mind map. Drawings have been used for centuries to analyze problems and map out information. Unless we retain and review, എന്തിനാ മൈൻഡ് മാപ്പ് വരയ്ക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ ഈ രീതിയിൽ വരച്ച് നമ്മൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ മെയിൻ പോയിന്റ്സ് എന്താണെന്നും സബ് സെക്ഷൻസ് എന്താണെന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ സ്റ്റുഡൻസ്, എസ്പെഷ്യലി എക്സാമിനേഷനൊക്കെ പഠിക്കുമ്പോഴത്തേനും. Okay, if you have seen the video, you've already seen this. Now, this is also a good method for recalling information. പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ റിവ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് മൈൻഡ് മാപ്പ്. ഓക്കെ, ഒരു കാര്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് കൊണ്ട് അത് ഓർത്തിരിക്കാൻ പറ്റുമെന്നില്ല. സോ അണ്ടർസ്റ്റാൻഡിങ്ങും റിക്കോളും ടോട്ടലി different ആണ്. Okay, so mind map helps us to both understand as well as reinforce that understanding through a visual method. നമുക്ക് ഒരു ഇമേജിലൂടെ, ഒരു ഇമേജറിയിലൂടെ ആ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. സോ പഠിക്കുന്നത് നമ്മൾ ഒന്ന് കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും, പിന്നെ ഈ പിക്ചറിലൂടെ കാണുകയും കൂടെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ മെമ്മറി റിക്കോൾ ചെയ്യാനായിട്ട് കൂടുതൽ അസോസിയേഷൻസ് ഉണ്ടാവും. We will be looking at memory techniques next for the lab class. So you will understand what I am trying to tell you. Okay, ഏതൊരു മനുഷ്യനും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കേൾക്കുന്നതിലൂടെ 20% 15% ഒക്കെ റിക്കോൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, കാണുന്നതിലൂടെയാണ് ഒരു 50% റിക്കോൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആക്ച്വലി ചെയ്യുന്നതിലൂടെ അതിലും കൂടുതൽ റിക്കോൾ ചെയ്യും. അങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേർന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഡേറ്റ, ഇൻഫർമേഷൻ റിക്കോൾ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, വൺ സച്ച് റിക്കോൾ മെത്തേഡ് ഇസ് നോട്ട് ടേക്കിംഗ്. അത് നമ്മൾ ഓൾറെഡി ലാബിൽ കണ്ടു, വാട്ട് ഇസ് നോട്ട് ടേക്കിംഗ് എന്നുള്ളത്. അടുത്ത ഒരു മെത്തേഡാണ് നോട്ട് ടേക്കിങ്ങിൽ നമ്മൾ കൂടുതലും പിക്ചേഴ്സ് ഇല്ലാതെ പോയിന്റ്സ് ഒക്കെ എഴുതി, ദാറ്റ് ഇസ് ആക്ച്വൽ ടെക്സ്റ്റ് വഴിയാണ് നമ്മൾ നോട്ട്സ് എഴുതുന്നത്. എന്ന് വെച്ചാൽ ആ നോട്ട്സിനെ ഒന്നുകൂടെ എംഫസൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡ്സ് ആണ് ഈ മൈൻഡ് മാപ്പിംഗ് ടെക്നിക്ക്. ഇറ്റ് എൻകോഡ്സ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇൻ ആൻ ഇമേജ്. ഓക്കെ, അപ്പം 4-5 പേജ് ഉള്ള ഒരു നോട്ടിനെ നമുക്ക് ഒറ്റ മൈൻഡ് മാപ്പിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. Okay, and
most important is that keywords and symbols pictures ഒക്കെ യൂസ് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വർക്കിനെ മനസ്സിലാക്കാനായിട്ട് പറയാം പറ്റും. ഓക്കെ, ആൻഡ് ഡിഫറെന്റ് കളേഴ്സ് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഈ എക്സാമ്പിൾ. ഈ കളർഫുൾ ആയിട്ട് നമ്മൾ ഇടുമ്പോൾ ഓരോ കളറിന് നമുക്ക് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് കാണാനായിട്ട് ആ ഇമേജ് കാരണം നമുക്ക് മനസ്സിലാക്കാൻ ആ ഇമേജ് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് കഴിയും. ഇഫ് ദ കളർ ഓൾസോ ഹാസ് ഗോട്ട് മീനിങ്, മച്ച് ബെറ്റർ. ഓക്കെ, നൗ മെന്റൽ അസോസിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓൾസോ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ എഴുതി വെച്ചിരിക്കുന്ന 100 പേജിന്റെ നോട്ട് വായിക്കുന്നതിലും ഏറ്റവും എളുപ്പമാണ് ആ ഫ്യൂ മൈൻഡ് മാപ്പ് വായിച്ച് നോക്കുന്നത്. Okay, so it takes less time to review through a lot of information, and we will be able to quickly recall or quickly just go through a lot of things in a short period of time. So last minute പഠിക്കാൻ ഒന്നും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗുഡ് മെത്തേഡാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയും. Okay, so to whichever method we use for learning, unless we review again and again, we will not be able to recall information. So ഇതൊക്കെ വരച്ച് നോട്ട് പ്രോപ്പറായിട്ട് എഴുതിയും വരച്ചും ഓരോരുത്തർക്ക് വെച്ചാൽ മാത്രം പോരാ, വീണ്ടും വീണ്ടും അത് റിവ്യൂ ചെയ്തെങ്കിൽ മാത്രമേ ലോങ് ടേം മെമ്മറിയിൽ അത് കിടക്കത്തുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് യുവർ മൈൻഡ് മാപ്പിംഗ് മെത്തേഡ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഐ ഹോപ്പ് യു ഹവ് അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ടോപ്പിക്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനമായി തീരത്തുള്ളൂ. പറയുമ്പം കേൾക്കാൻ രസമുണ്ടെന്നുള്ളതല്ലാതെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി യൂസ്ഫുൾ ഫോർ യു. എസ്പെഷ്യലി നൗ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ നിങ്ങൾ ഇനി ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ, എല്ലാ ടോപ്പിക്കും മൈൻഡ് മാപ്പ് വരച്ച് വെക്കണമെന്നൊന്നുമില്ല. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് ടോപ്പിക്സ് മൈൻഡ് മാപ്സ് ഒക്കെ വരച്ച് വെക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാനായി കഴിയും. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ് യൂസ്ഫുൾ ആയിട്ട് തോന്നാറ്. സോ യൂസ് മെത്തേഡ്സ് വിച്ച് ആർ more suitable to your learning style, and അതിനനുസരിച്ച് you should be able to improve your learning skills. Thank you very much. If you have any doubts, please let me know.